സാർ അന്നിപ്പം ഒരു ഡൗട്ട്, യൂറോളജിയിൽ നമ്മൾ ഈ റോബോട്ട് ഏതൊക്കെ സർജറീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്? ഈ റോബോട്ട് ആദ്യമായി വികസിപ്പിച്ചെടുത്തത് കാർഡിയാക് സർജറിക്ക് വേണ്ടിയിട്ടായിരുന്നു, ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ അത് അന്ന് സഫലമായില്ല. അത് 2001, 2002 അതിന് ശേഷമാണ് ഈ റോബോട്ടിക് ശസ്ത്രക്രിയ യൂറോളജിയിലേക്ക് വന്നത്. അത് നമുക്ക് അഭിമാനകരമായ ഒരു കാര്യം, മലയാളിയായ ഒരു ഡോക്ടർ മണി മേനോനാണ് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഫാദർ ഓഫ് റോബോട്ടിക് സർജറി എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ ആദ്യമായി ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് യൂറോളജിയിൽ പ്രോസ്റ്റേറ്റ് ശസ്ത്രക്രിയയാണ്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ശസ്ത്രക്രിയയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഓപ്പൺ സർജറി ചെയ്യുമ്പോൾ കണ്ടമാനം കോംപ്ലിക്കേഷൻസ് വരാം. ഉദാഹരണത്തിന് രക്തസ്രാവം വരാം, അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ ലീക്ക് വരാം, അതേമാതിരി തന്നെ ഉദാഹരണശേഷി നഷ്ടപ്പെടാം, ഇവയെല്ലാം ഉണ്ട്. അപ്പോൾ പലരും കീഹോൾ ശസ്ത്രക്രിയ ചെയ്തു. അപ്പോൾ കീഹോൾ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഇത് കണ്ടമാനം സമയമെടുക്കുന്നു. അതുമാതിരി തന്നെ പലർക്കും ഇത് ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ റോബോട്ടിക്കിനെ വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ റോബോട്ടിക് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഓപ്പറേഷൻ, അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വേണ്ടി പ്രോസ്റ്റേറ്റ് മുഴുവനായിട്ട് നീക്കം ചെയ്യുന്ന ഓപ്പറേഷൻ, അതായത് റാഡിക്കൽ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ വളരെ എളുപ്പമായി കഴിയുന്നതാണ്. ഉദാഹരണത്തിന് പണ്ട് 4-5 മണിക്കൂർ എടുക്കുന്ന ഓപ്പറേഷൻ ഇപ്പോൾ 1-1.5 മണിക്കൂർ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതുമാതിരി തന്നെ യൂറിൻ ലീക്ക് ഒരു 90% ആൾക്കാർക്ക് അപ്പോൾ തന്നെ യൂറിൻ ലീക്ക് ഉണ്ടാവുകയില്ല. ചില ആൾക്കാർക്ക് യൂറിൻ ലീക്ക് ഉണ്ടെങ്കിൽ അത് 3 മാസത്തിനുള്ളിൽ മാറുന്നു. ഇതേമാതിരി തന്നെ ചെറുപ്പക്കാരിൽ 50-60 വയസ്സുള്ളവർക്ക് ഉദാഹരണശേഷി വീണ്ടെടുക്കാൻ കഴിയുന്നു. ഇതേമാതിരി തന്നെ ക്യാൻസർ സംബന്ധമായ നമ്മുടെ റിസൾട്ട്സും വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു ഈ റോബോട്ടിക് ശസ്ത്രക്രിയ വന്നതിന് ശേഷം. ഒരു വലിയൊരു ഓപ്പറേഷനെ വളരെ വളരെ എളുപ്പമാക്കുകയാണ് ഇത് ചെയ്തത്. അപ്പം മറ്റൊരു സ്പെഷ്യാലിറ്റീസിലും ഇത് യൂസ് ചെയ്യാറുണ്ടോ റോബോട്ട്? ക്രമേണ അത് യൂറോളജിയിലെ മറ്റ് അവയവങ്ങളിലേക്കും നമ്മൾ യൂസ് ചെയ്തു തുടങ്ങി. അതായത് കിഡ്നിയിൽ എസ്പെഷ്യലി പാർഷ്യൽ നെഫ്രക്ടമി, അതായത് കിഡ്നിയിൽ നിന്ന് ഒരു ട്യൂമർ മാത്രമായി നീക്കിയെടുക്കുക എന്നുള്ളതാണ് കിഡ്നിയിലത്തെ ഒരു ഓപ്പറേഷൻ. അത് റോബോട്ട് വളരെയേറെ ഗുണകരമാണ്. അതേമാതിരി തന്നെ പിന്നീട് കിഡ്നി ട്രാൻസ്പ്ലാന്റ്, വളരെ അഡ്വാൻസ് കിഡ്നി ട്യൂമർ, ഇതെല്ലാം നമ്മൾ ചെയ്തു വരുന്നു. അതേസമയം മറ്റ് സ്പെഷ്യാലിറ്റി, ഉദാഹരണത്തിന് ഗ്യാസ്ട്രോ സർജറി അല്ലെങ്കിൽ ഓങ്കോ സർജറി, അതായത് യൂട്രസ് റിമൂവൽ, ഗൈനക്കോളജി ശസ്ത്രക്രിയ, ഇവയെല്ലാം ഇതേ റോബോട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ തന്നെ തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്കും ടോൺസിൽ ശസ്ത്രക്രിയയ്ക്കും ഇതെല്ലാം ഈ ഡാവിഞ്ചി റോബോട്ട് ഉപയോഗിക്കാം. പിന്നെ ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയകൾക്ക് വീണ്ടും ഇത് ഉപയോഗപ്രദമായി കാണുന്നു. അതേമാതിരി തന്നെ ലങ്സിന് ചെയ്യുന്ന സർജറിക്ക്, ശ്വാസകോശത്തിനുള്ള ട്യൂമറുകൾ നീക്കം ചെയ്യാൻ ഇതിനെല്ലാം ഡാവിഞ്ചി റോബോട്ട് ഉപയോഗിക്കുന്നു. ഞാൻ മായമ്മ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. സാറും കൂടെ മായമ്മയും കൂടെ ഒരുമിച്ചാണ് US പോയേക്കുന്നത് ഈ റോബോട്ടിനെ കുറിച്ചുള്ള എല്ലാം പഠിക്കാനും ഇതിനു വേണ്ടി. അപ്പം സാറ് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന യൂറോ ക്യാൻസർ, ആ ഒരു യൂറോ ഓൺകോളജി, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതെ, മെജോറിറ്റി നമ്മുടെ കേസുകൾ എന്താ പറയുക, ഇതാണ് യൂറോ ഓങ്കോളജിയാണ്. എന്നാൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് സർജറി നമ്മൾ 2015 മുതൽ ലോകത്ത് ആദ്യമായി 100 ട്രാൻസ്പ്ലാന്റ് റോബോട്ടിക്കിലൂടെ വഴി തീർക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആസ്റ്റർ മെഡ്സിറ്റി. അതേമാതിരി തന്നെ നമുക്ക് മറ്റ് ശസ്ത്രക്രിയകളും നമ്മൾ ഇതിലൂടെ ചെയ്യുന്നുണ്ട്, യൂറോളജി ശസ്ത്രക്രിയകൾ ചെയ്യുന്നുണ്ട്. സാർ അപ്പം ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ റോബോട്ടിക് സർജറിയുടെ ഫ്യൂച്ചർ എന്തൊക്കെയാണ്? റോബോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാകുന്ന റോബോട്ട് നമുക്ക് വലിയ റോബോട്ടുകളാണ്. അപ്പോൾ അതിനെ ചെറുതാക്കുക എന്നുള്ളതാണ്. അത് ഓരോ കമ്പനികളും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേമാതിരി തന്നെ നമുക്ക് ഈ റോബോട്ടിക് ശസ്ത്രക്രിയയുടെ കോസ്റ്റ് കുറയും. മറ്റ് രാജ്യങ്ങൾ ഇതിനെ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള റോബോട്ട്സ് വരുമ്പോൾ റോബോട്ടിക് ശസ്ത്രക്രിയയുടെ കോസ്റ്റ് ഓൾറെഡി അത് കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇനിയും കുറയാനുള്ള സാധ്യതകളുണ്ട്. ഒരു പക്ഷേ എല്ലാ കീഹോൾ ശസ്ത്രക്രിയയും ഇനി റോബോട്ടിലൂടെ ആയിരിക്കും ചെയ്യുക. അടുത്തൊരു ദശകത്തിൽ നമ്മൾ കാണുന്നത് എല്ലാ കീഹോൾ ശസ്ത്രക്രിയയും റോബോട്ടിലൂടെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ അകത്ത് നമുക്ക് ഒരു റിമോട്ട് കൺട്രോൾ വഴി നമുക്ക് ഉപയോഗപ്രദമാക്കാവുന്ന, പ്രവർത്തിപ്പിക്കാവുന്ന ഒരു റോബോട്ടുകളും ചിലപ്പോൾ ഭാവിയിൽ വന്നേക്കും.